ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സാമ്പത്തിക വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് തട്ടിപ്പുകാരിൽ നിന്നുള്ള കോളുകൾക്കെതിരെ ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. ഔദ്യോഗിക സ്ഥാപനങ്ങൾ ഒരിക്കലും ഫോണിലൂടെ ഈ വിവരങ്ങൾ ആവശ്യപ്പെടില്ലെന്നും പോലീസ് പ്രവാസികളെ ഓർമ്മിപ്പിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരോ വികസന പദ്ധതികളുടെ പ്രതിനിധികളോ ആണെന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കാം. പ്രത്യേകിച്ച് ബാങ്ക്, ദുബായ് പോലീസ്, സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ മാനവ വിഭവശേഷി മന്ത്രാലയം എന്നിവയിൽ നിന്നുള്ളവരാണെന്ന് അവകാശപ്പെട്ടായിരിക്കും ഫോൺ കോളുകൾ വരുന്നത്. പൊതുജനങ്ങൾ അവരുടെ അക്കൗണ്ട് അല്ലെങ്കിൽ കാർഡ് വിവരങ്ങൾ, ഓൺലൈൻ ബാങ്കിംഗ് പാസ്വേഡുകൾ, ATM സെക്യൂരിറ്റി നമ്പറുകൾ അല്ലെങ്കിൽ പാസ്വേഡുകൾ എന്നിങ്ങനെയുള്ള രഹസ്യ വിവരങ്ങൾ ആരുമായും പങ്കിടരുതെന്നും ദുബായ് പോലീസ് അഭ്യർത്ഥിച്ചു. ദുബായ്, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലെ താമസക്കാർക്ക് ടോൾ ഫ്രീ കോൾ സെന്റർ നമ്പറായ 901 വിളിച്ച് സ്കാം നമ്പറുകൾ റിപ്പോർട്ട് ചെയ്യാം. അബുദാബിയിൽ 8002626 എന്ന നമ്പറിൽ സ്കാം നമ്പറുകൾ അറിയിക്കാം. അല്ലെങ്കിൽ 2828 എന്ന നമ്പറിൽ SMS അയക്കുകയോ പ്രത്യേക വെബ്സൈറ്റിൽ ഇമെയിൽ അയക്കുകയോ ചെയ്യാം. അബു ഹമൂറിലെ റിലീജിയസ് കോംപ്ലക്സിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും ദോഹ മെട്രോയുടെ മെട്രോ ലിങ്ക് ബസ്സുകൾ സർവീസ് ആരംഭിക്കുന്നു. നാളെ മുതലാണ് സർവീസ് ആരംഭിക്കുക. 23 മുതൽ മെട്രോയുടെ ഫീഡർ ബസ്സുകളായ മെട്രോ ലിങ്ക് ബസിന്റെ സർവീസ് വിവരം പ്രഖ്യാപിച്ചത് മെട്രോ അധികൃതരാണ്. മെട്രോയുടെ M141 ബസ്സാണ് ഫ്രീ സോൺ സ്റ്റേഷനിൽ നിന്നും റിലീജിയസ് കോംപ്ലക്സ് വരെ സർവീസ് നടത്തുക. റിലീജിയസ് കോംപ്ലക്സ്, വർക്കേഴ്സ് ഹെൽത്ത് സെന്റർ, ഫിലിപ്പീൻ സ്കൂൾ ദോഹ, പാക്ഷമ സ്കൂൾ, ബിർള പബ്ലിക് സ്കൂൾ, ഹാമിൽട്ടൺ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലൂടെയാണ് ബസ് സർവീസ് നടത്തുക. റിലീജിയസ് കോംപ്ലക്സിലേക്കുള്ള പുതിയ സർവീസ് ഇവിടുത്തെ പള്ളികളിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ യാത്ര കൂടുതൽ എളുപ്പമാക്കും. മെട്രോ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണിത്. ഭൂസിദ്ര പ്രദേശങ്ങളിലേക്ക് ഈ മാസം ആദ്യം മെട്രോ ലിങ്ക് സർവീസുകൾ ആരംഭിച്ചിരുന്നു. ദോഹ മെട്രോ സ്റ്റേഷനുകളുടെ 2 മുതൽ 5 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് മെട്രോ യാത്രക്കാർക്കായി മെട്രോ ലിങ്ക് ബസ്സുകളുടെ സൗജന്യ സേവനം ഉറപ്പാക്കിയിരിക്കുന്നത്. നിലവിൽ ഗ്രീൻ, റെഡ്, ഗോൾഡ് ലൈനുകളിലായി 37 സ്റ്റേഷനുകളാണ് ദോഹ മെട്രോയ്ക്കുള്ളത്. വ്യാജരേഖകൾ ഉപയോഗിച്ചും മറ്റ് അനധികൃത മാർഗങ്ങളിലൂടെയും കുവൈറ്റ് പൗരത്വം നേടിയവരെ കണ്ടെത്തി പൗരത്വം റദ്ദാക്കാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടികൾ തുടരുന്നു. ഇത്തരം 1158 പേരുടെ പൗരത്വം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് ഭരണകൂടം 7 പുതിയ ഉത്തരവുകൾ കൂടി പുറപ്പെടുവിച്ചു. കുവൈറ്റ് ഭരണഘടന, ദേശീയ നിയമം, പ്രഥമ ഉപപ്രധാനമന്ത്രിയുടെ ശുപാർശകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഔദ്യോഗിക ഗസറ്റായ കുവൈറ്റ് അൽ യൗമിൽ ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇങ്ങനെ പൗരത്വം പുനർപരിശോധനയ്ക്ക് വിധേയരാകുന്ന 1158 പേരിൽ 1145 പേരും സ്ത്രീകളാണെന്നും ആഭ്യന്തര മന്ത്രാലയം വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ആർട്ടിക്കിൾ 18 റെസിഡൻസി കൈവശമുള്ള പ്രവാസികളെ പുതിയ കമ്പനികളിൽ സ്ഥാപിക്കുന്നതിൽ നിന്നും വിലക്കുന്ന നിലപാട് കുവൈറ്റിലെ വാണിജ്യ വ്യവസായ മന്ത്രാലയം ശക്തമാക്കി. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികളിൽ പങ്കാളികളോ മാനേജിംഗ് പങ്കാളികളോ ആകാനും അവർക്ക് അനുവാദമുണ്ടായിരിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് പെർമിറ്റുള്ള പ്രവാസി ജീവനക്കാരാണ് ആർട്ടിക്കിൾ 18 റെസിഡൻസി വിഭാഗത്തിൽ വരുന്നത്. മന്ത്രാലയത്തിന്റെ പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം ഈ വിസക്കാർക്ക് പുതിയ ബിസിനസ്സുകളിൽ ഉടമസ്ഥാവകാശവും പങ്കാളിത്തവും വിലക്കിയിട്ടുണ്ടെങ്കിലും നിലവിൽ അവർക്ക് ഓഹരി ഉടമസ്ഥതയും പങ്കാളിത്തവുമുള്ള കമ്പനികളിൽ അത് തുടരാൻ അനുവാദമുണ്ടായിരിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. നിലവിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ തടസ്സമാകില്ലെന്നും അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ആർട്ടിക്കിൾ 18 റെസിഡൻസി കൈവശമുള്ള ഏകദേശം 9600 സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ വിവിധ കമ്പനികളിൽ പങ്കാളികളോ മാനേജിംഗ് പങ്കാളികളോ ആണ്. ഈ വ്യക്തികൾ രാജ്യത്തുടനീളമുള്ള ഏകദേശം 44,500 ബിസിനസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായാണ് കണക്കുകൾ. പുതിയ നിയന്ത്രണ ചട്ടക്കൂട് രൂപീകരിക്കുന്നതുവരെ പുതിയ സ്ഥാപനങ്ങളിൽ പങ്കാളികളാകുന്നതിനുള്ള നിലവിലെ നിരോധനം തുടരുമെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു. എന്നാൽ പുതിയ സംവിധാനത്തിന്റെ വിശദാംശങ്ങൾ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. ആർട്ടിക്കിൾ 18 പ്രകാരമുള്ള വിസകളിലുള്ള പ്രവാസികൾ കമ്പനി രൂപീകരിക്കുന്നത് വാണിജ്യ മന്ത്രാലയം നിയന്ത്രിക്കുന്നത് തുടരുന്നതിനാൽ കുവൈറ്റിലെ കമ്പനി ഉടമസ്ഥതയുടെ ഭാവി രൂപപ്പെടുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്കായി ബിസിനസ്സുകളും സംരംഭകരും കാത്തിരിക്കുകയാണ്.
സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികൾക്ക് ബിസിനസ്സുകൾ സ്വന്തമാക്കാനോ ബിസിനസ് സംരംഭങ്ങളിൽ പങ്കാളികളാകാനോ പാടില്ലെന്ന നിയമം ഇടക്കാലത്ത് മന്ത്രാലയം കൊണ്ടുവന്നിരുന്നു എങ്കിലും കഴിഞ്ഞ ഒക്ടോബറിൽ അതിൽ ഇളവ് വരുത്തി കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിട്ടിരുന്നു. ഇതുപ്രകാരം ആർട്ടിക്കിൾ 18 വിസക്കാർക്കായി മന്ത്രാലയത്തിന്റെ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ വീണ്ടും തുറന്നു നൽകുകയും ചെയ്തു. എന്നാൽ ഈ ഇളവാണ് വീണ്ടും പിൻവലിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 19 വിസ അഥവാ നിക്ഷേപക വിസ ഇല്ലാത്ത എല്ലാ പ്രവാസി ജീവനക്കാർക്കും കമ്പനികളിലും സ്ഥാപനങ്ങളിലും ഉടമസ്ഥതയോ പങ്കാളിത്തമോ പാടില്ലെന്നായിരുന്നു സെപ്റ്റംബറിൽ മന്ത്രാലയം ഉത്തരവിട്ടത്. എന്നാൽ ആർട്ടിക്കിൾ 20, 22, 24 എന്നീ വിഭാഗം റെസിഡൻസിക്ക് കീഴിൽ വരുന്നവർക്ക് മാത്രമായിരിക്കും ഈ വിലക്കെന്ന് പുതിയ ഭേദഗതിയിൽ മന്ത്രാലയം വ്യക്തമാക്കുകയായിരുന്നു. പ്രധാനമായും ഗാർഹിക ജോലികളുമായി ബന്ധപ്പെട്ടവയാണ് ഈ വിസകൾ. എന്നാൽ പുതിയ തീരുമാനപ്രകാരം ആർട്ടിക്കിൾ 18 വിസക്കാരെ കൂടി നിയന്ത്രണങ്ങളുടെ പരിധിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനിടെ കുവൈറ്റിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലെ തൊഴിലാളികൾക്ക് 1 വർഷത്തിനു ശേഷം അതേ മേഖലയിലെ പുതിയ തൊഴിലുടമയിലേക്ക് മാറാൻ കഴിയുമെന്ന് അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. നിലവിലെ തൊഴിലുടമയുടെ അംഗീകാരത്തിന് വിധേയമായിരിക്കും വിസ മാറ്റത്തിനുള്ള അനുമതി എന്നാണ് റിപ്പോർട്ട്. കുവൈറ്റ് ന്യൂസ് പോർട്ടൽ അൽ മജ്ലിസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കുവൈറ്റ് അധികൃതരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. UAE ദേശീയ ദിനം പ്രമാണിച്ച് ഷാർജയിലെ സർക്കാർ ജീവനക്കാർക്ക് 5 ദിവസത്തെ വാരാന്ത്യ അവധി ലഭിക്കുമെന്ന് പ്രാദേശിക അധികാരികൾ സ്ഥിരീകരിച്ചു. ദേശീയ ദിനത്തിന്റെ ഭാഗമായി അവർക്ക് ഡിസംബർ 2, 3 തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ശമ്പളത്തോട് കൂടിയ അവധി ലഭിക്കും. തുടർന്ന് ഡിസംബർ 4 ബുധൻ മുതൽ പതിവ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും ഷാർജ മാനവ വിഭവശേഷി വകുപ്പ് അറിയിച്ചു. എന്നാൽ ഷാർജയിൽ ഔദ്യോഗിക വാരാന്ത്യം വെള്ളിയാഴ്ച മുതൽ ഞായർ വരെ ആയതിനാൽ പൊതുമേഖലയിലെ ജീവനക്കാർക്ക് 5 ദിവസത്തെ നീണ്ട വാരാന്ത്യം ആസ്വദിക്കാം. മന്ത്രാലയങ്ങൾക്കും ഫെഡറൽ സ്ഥാപനങ്ങൾക്കും UAE സർക്കാർ അവധി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഷാർജ മാനവ വിഭവശേഷി വകുപ്പിന്റെ പ്രഖ്യാപനം. UAEയിലെ വിവിധ മന്ത്രാലയങ്ങളിലും ഫെഡറൽ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് 4 ദിവസത്തെ അവധി UAE സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സ്വകാര്യ മേഖലയിലെ UAE ജീവനക്കാർക്കും സമാനമായ അവധികൾ ലഭിക്കുമെന്ന് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു. പൊതു സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി രാജ്യത്ത് നടപ്പിലാക്കിയ ഏകീകൃത അവധിക്കാല നയം എല്ലാ ജീവനക്കാർക്കും വർഷം മുഴുവനും തുല്യ ഇടവേളകൾ ഉറപ്പാക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഈ വർഷത്തെ 53ാമത് ദേശീയ ദിനാഘോഷം ഈദ് അൽ എത്തിഹാദ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.